ലാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് തുടക്കമായി. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് ദർശന എസ് നായർ ഉദ്ഘാടന സമ്മേളനത്തിൽ ഭദ്രദീപം തെളിയിച്ചു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ആനന്ദ് മാത്യു ചെറുവള്ളിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുകയും നമുക്കറിയാം വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന കലാപരവും കായികപരവുമായ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകളാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഏതായാലും വലിയ സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ, ഇതാദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുന്ന ഈ കാർഡിലേക്ക് വന്നപ്പോൾ വളരെ മനോഹരമായിരുന്നു നിങ്ങളുടെ ചെണ്ടമേളം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പ്രിയപ്പെട്ട യൂത്ത് കോർഡിനേറ്റർ സഹൃദയാസനോട് ചോദിച്ചത് ഏത് പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കും? മീൻസി പഞ്ചായത്തിലെ മീൻസി നമുക്ക് അഭിമാനമാണ്. നമ്മുടെ കേരളോത്സവ പരിപാടികളുടെ ഏറ്റവും വലിയ നമ്മുടെ ലാലം ബ്ലോക്കിലെ വിജയമാണ് മീൻസി പഞ്ചായത്തിലെ ഈ ചെണ്ടമേളം ടീം ആദ്യമായിട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കും. സിനി ആർട്ടിസ്റ്റ് ദർശന എസ് നായർ ഉദ്ഘാടന സമ്മേളനത്തിൽ ഭദ്രദീപം തെളിയിച്ചു. ഞാൻ എപ്പോഴും കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാർ. അവർ സംസാരിക്കുന്നത് വളരെ എഫേർട്ട്ലെസ്ലി ആയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇങ്ങനെ സംസാരിച്ച് ആൾക്കാരുടെ കയ്യടി വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു എന്നെ കൊണ്ടൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോൾ കുറച്ച് പേടിയാണ്. എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെ ഇവരെ ബീറ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും അത് സാധിക്കില്ല. എങ്ങനെ ഇവരുടെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഇംപ്രസ് ചെയ്യിക്കേണ്ടതെന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും. പക്ഷെ എനിക്ക് ഇവരുടെ മുമ്പിലൊന്നും കയറാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ സംസാരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ യുവജനങ്ങളുടെ എന്താ ഒരു മെന്റലി സ്പിരിച്വലി ഫിസിക്കലായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് നടക്കുന്നത്. മനുഷ്യന് വേണ്ടത് അത് തന്നെയാണ്. അതിന് സഹായകമാകുന്ന ഇതുപോലുള്ള പ്രോഗ്രാമുകൾ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ബോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് തോമസ് ചെമ്പകശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനില മാത്തുക്കുട്ടി തുടങ്ങി വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഐ4 ന്യൂസ്, പാലാ.